വെൽക്കം ടു ശ്രീമ. ഈ കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റിൽ PSCക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ഉയർത്തിയിട്ടുണ്ട്. പ്രായപരിധി വർധന ഉണ്ടായിട്ടുണ്ട്. അത് ഫെബ്രുവരി 27 മുതൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ പരീക്ഷകൾക്കും ഇത് ഏജ് ലിമിറ്റ് ഉയർത്തിയത് ബാധകമാണ്. അതായത് ജനറൽ കാറ്റഗറിക്ക് 36 എന്നുള്ളത് 40 ആക്കിയിട്ടുണ്ട്. 18-36 എന്നുള്ളത് 18-40 ആക്കിയിട്ടുണ്ട്. OBCക്ക് 18-39 എന്നുള്ളത് 18-43 ആക്കിയിട്ടുണ്ട്. ഉയർന്ന പ്രായപരിധി 39-43 ആക്കിയിട്ടുണ്ട്. SC ST ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് അവർക്ക് 5 വർഷത്തെ ഇളവാണുള്ളത്. അത് 40 എന്നുള്ളത് 45 ആക്കിയിട്ടുണ്ട്. 18-40 എന്നുള്ളത് 18-45 ആക്കിയിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 27 മുതൽ ബാധകമാണ്. അത് അവർ പ്രത്യേകം PSC അറിയിച്ചിട്ടുണ്ട്. ഈ 2026 LP UP PSC നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റിൽ പ്രതീക്ഷിക്കാം. അത് ഉറപ്പായിട്ടുണ്ട്. അധ്യാപകരുടെ ഏജ് ലിമിറ്റ് ഉയർത്തിയിട്ടുണ്ടോ എന്ന് പലർക്കും LP UP ടീച്ചേഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള മിക്ക ആൾക്കാർക്കും സംശയം ഉണ്ടായിരുന്നു. കാരണം നേരത്തെ തന്നെ ഓൾറെഡി അത് കാറ്റഗറിയുടെ ഉയർന്ന പ്രായപരിധി 40 ആയിരുന്നു, 18-40. അതുകൊണ്ടാണ് ഡൗട്ട് വന്നത്. 18 ജനറൽ കാറ്റഗറിയുടെ 18-40 എന്നുള്ളത് 4 വർഷത്തെ ഇളവ് 18-44 ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ചാൻസ് ആന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് അത് വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, ഈഴവ, മുസ്ലിംസ് എക്സെട്ര, OBCക്ക് 18-43 എന്നുള്ളത് 18-47 ആക്കി. SC ST ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് 18-45 എന്നുള്ളത് 18-49 ആക്കിയിട്ടുണ്ട്. ഈ 2026 LP UP നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റിൽ ഉണ്ടാവും. എല്ലാവരും ഈ LP UP ടീച്ചേഴ്സ് എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് കേട്ടറ്റ് എക്സാം പാസ്സായിരിക്കണം. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അത് പാസ്സാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ 2026 LP UP നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഒരു ലാസ്റ്റ് ചാൻസ് ഉണ്ട്, അതിന് എലിജിബിൾ ആകേണ്ടതാണ്. ഈ 2026 കേട്ടറ്റ് എക്സാം ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതായത് PSC പ്രായപരിധി വർധന ഫെബ്രുവരി 27 മുതൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ തസ്തികകൾക്കും ബാധകമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. LP UP PSC നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റിൽ തന്നെ വരുന്നതാണ്. ഏജ് ഓവർ ആകും എന്ന് കരുതി വിഷമിച്ചിരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു ഫിക്സഡ് ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യനിഷ്ഠയോടുകൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ടെസ്റ്റിന് നിലയിലെത്താൻ കഴിയുന്നതാണ്. ഗുഡ് ലക്ക്. ശ്രീമാസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.